വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു. പാട്ട് കേട്ടിരിക്കും. കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിച്ചാൽ, വിത്തായി വന്നു, വിത്ത് വിരിഞ്ഞു, സസ്യമുണ്ടായി, പൂമുട്ട് വന്നു, പൂ വിരിഞ്ഞു, തേൻ കിനിഞ്ഞു, പൂമ്പാറ്റ അത് ആസ്വദിക്കുന്നു. അങ്ങനെ പോകുന്നു, ഒരു പ്രക്രിയയിൽ നിന്ന് മറ്റൊരു പ്രക്രിയയിലേക്ക്. ഇതിൻ്റെ സമയം നിശ്ചയിക്കുന്നത് ആരാണ്? മുട്ടായി വരാനും പൂ വിരിയാനും പൂന്തേൻ കിനിയാനും സിഗ്നൽ കിട്ടുന്നത് എവിടെ നിന്നാണ്? വളരെ കാലം ശാസ്ത്രലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. നമുക്കറിയാം, നമ്മൾ തന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ കഴിക്കുന്നു, സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു. സൂര്യൻ ഉദിച്ചു എന്ന് നമുക്കറിയാൻ പ്രയാസമാണ്. കാര്യം കണ്ണ് തുറന്നു നോക്കിയാലേ സൂര്യരശ്മി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. എന്നാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മറ്റ് പല സന്ദേശങ്ങളെയും ശ്രവിക്കുന്നു. പണ്ടൊക്കെ കോഴി കൂവുമായിരുന്നു. ഇന്ന് കൂവാൻ കോഴി ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു അലാം ക്ലോക്ക് യൂസ് ചെയ്യുന്നു. അതിന്ന് പലപ്പോഴും മൊബൈൽ ഫോണിലായിരിക്കും ആ അലാം ക്ലോക്ക് പ്രവർത്തിക്കുന്നത്. ഉണരാൻ നമുക്ക് അലാം ക്ലോക്ക് വേണം. ഉറങ്ങാനും നമുക്ക് ചിലരെങ്കിലും ഒരു അലാം ക്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ അതൊരു താളം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ സമയത്തെ ഒരു താളക്രമത്തിൽ കൊണ്ടുപോകാൻ പ്രകൃതിയിൽ എന്തെങ്കിലുമുണ്ടോ? അതേ ഒരു സംവിധാനം നമ്മുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ടോ? കാരണം ജൈവികമായിട്ടുള്ള പ്രകൃതിയിൽ വിത്ത് മുളയ്ക്കുന്നതും പൂ വിരിയുന്നതും പൂന്തേൻ കിനിയുന്നതുമെല്ലാം പ്രത്യേക സമയങ്ങളിലാണ്. അത് സമയം മാറി വരില്ല. സമയം മാറി വന്നാൽ എന്തോ പ്രശ്നമാണ്. വിത്ത് മുളയ്ക്കുന്ന സമയത്ത് വിളച്ചാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഭക്ഷ്യ സുരക്ഷ നിലനിർത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രലോകത്ത് വലിയ ഒരു ചിന്താ വിഷയമാണ്. ഭക്ഷ്യ സുരക്ഷ മാത്രമല്ല, ആരോഗ്യരംഗത്ത് മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഈ സമയതാളത്തിന് വലിയൊരു സംഭാവനയുണ്ട്. എപ്പോഴും മരുന്ന് കഴിക്കണം എന്നുള്ളത്, ആ മരുന്ന് കാലത്താണോ രാത്രിയിലാണോ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നത്? കാലത്ത് മരുന്ന് വേണം, ഉച്ചയ്ക്ക് മരുന്ന് വേണം, രാത്രിയിൽ മരുന്ന് വേണം എന്നുള്ള രീതിയിൽ സമയം ക്രമീകരിക്കുന്നത്. ആന്റിബയോട്ടിക് പോലുള്ള മരുന്നുകൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ബാക്ടീരിയയുടെ താളത്തിന് ആ ബാക്ടീരിയയുടെ താളത്തിന് അനുസൃതമായിട്ട് കൊടുക്കണോ? കൊടുത്താൽ അതിൽ പ്രയോജനമുണ്ടാകുമോ എന്നൊക്കെയുള്ളതാണ് ശാസ്ത്രലോകത്തെ വളരെ കാലമായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു വലിയ പ്രശ്നം. ഷാൻ ഷാക്ക് മേറാൻ എന്നുള്ളൊരു പേര് പലരും കേട്ട് കാണില്ലായിരിക്കും. മേറാൻ, MAIRAN എന്ന അക്ഷരം ഒരു ഫ്രഞ്ച് പേരാണ്. ഐസക് ന്യൂട്ടന് സമകാലീനനായിട്ട് ജ്ഞാനോദയ കാലഘട്ടത്തിൽ, ഏജ് ഓഫ് എൻലൈറ്റ്മെന്റിൽ ജീവിച്ചിരുന്ന ഒരു ഭൗമശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു ഇദ്ദേഹം. ഫ്രഞ്ചുകാരന്റെ ഈ പേര് തന്നെ നമുക്ക് ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമാണ്. എന്നാൽ ഇദ്ദേഹം ഈ താളക്രമങ്ങളെ നിശ്ചയിക്കുന്നതിൽ ആദ്യകാലത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു ചെടിയാണ് തൊട്ടാവാടി. മിമോംസ പുഡിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സസ്യം നേരം വെളുക്കുമ്പോൾ അതിൻ്റെ ഇലകൾ വിടർത്തുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അത് ഇലകൾ മടക്കി അതൊരു ശയ്യയിലേക്ക് പോകുന്നു. ഇല തുറക്കുമ്പോൾ അതിന് സൂര്യപ്രകാശത്തിൽ നിന്ന് ഫോട്ടോസിന്തസിസിലൂടെ ഊർജം ലഭിക്കുന്നു. എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രക്രിയയുടെ ആവശ്യമില്ല. പിന്നെ ജലാംശങ്ങളെ നിലനിർത്താനും തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും അത് അതിൻ്റെ ഇലകളെ മടക്കി സുരക്ഷിതമായിട്ട് ഉറങ്ങുന്നു. സൂര്യൻ ഉദിക്കുന്ന ആ സൂര്യപ്രകാശം അനുഭവിച്ചുകൊണ്ടാണോ തൊട്ടാവാടി ഈ പ്രക്രിയ ചെയ്യുന്നത്? സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടിട്ട് ഇല മടക്കുകയും സൂര്യൻ ഉദിക്കുന്നത് കണ്ട് ഇല വിടർത്തുകയും ചെയ്യുകയാണോ എന്നായിരുന്നു മേറാൻ ഉത്തരം കാണാൻ ശ്രമിച്ചത്. ഏതാണ്ട് 1729 അദ്ദേഹം ഒരു പരീക്ഷണം ചെയ്യുകയാണ്. ഈ തൊട്ടാവാടി സസ്യത്തെ ഒരു ഇരുണ്ട ഷെൽഫിനുള്ളിൽ അടച്ചിട്ട് അദ്ദേഹം അതിനെ നിരീക്ഷിക്കുന്നു. അതിന് ഒരു രീതിയിലും സൂര്യപ്രകാശം കിട്ടുന്നില്ല. എന്നാലും നേരം വെളുക്കുമ്പോൾ ആ വെളുപ്പം കാലത്ത് അത് വിടരുന്നു, അതിൻ്റെ ഇലകൾ വിടർത്തുന്നു. പിന്നീട് സൂര്യപ്രകാശത്തിന് വേണ്ടി അത് കാത്തു നിൽക്കുന്നു. സൂര്യപ്രകാശം കിട്ടുന്നില്ല. കൃത്യസമയമാവുമ്പോൾ, സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോൾ അത് ഇലമടക്കി ഉറക്കത്തിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി,
ഒരു ആന്തരികമായിട്ടുള്ള അലാം ക്ലോക്ക് ഈ സസ്യത്തെ നിയന്ത്രിക്കുന്നു. സസ്യത്തെ പോലെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ആന്തരികമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് മേറാനാണ്. അത് പിന്നീട് സിർക്കാഡിയൻ ക്ലോക്സ് എന്ന നമ്മുടെ ജൈവികമായിട്ടുള്ള പ്രക്രിയകളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു താള യന്ത്രം നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉള്ള രീതിയിൽ പഠനങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ ഈ അലാം ക്ലോക്കിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, എപ്പോഴാണ് സിഗ്നൽ നൽകേണ്ടത് എന്ന വസ്തുത തീരുമാനിക്കുന്ന ഘടകം എന്താണ്? നമ്മൾ DNA മോളിക്യൂളിനെ കുറിച്ചും ജീനുകളെ കുറിച്ചും മനസ്സിലാക്കിയപ്പോൾ ജീനുകളാണ് നമ്മുടെ ജനിതക ഘടകങ്ങളിലുള്ള ഇൻഫർമേഷനാണ് ഈ താള യന്ത്രത്തെ നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ജീൻസുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. സെഗ്മെന്റേഷൻ ക്ലോക്ക് എന്നുള്ള ഒരു വസ്തുതയെക്കുറിച്ച് 1990 മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡ്, അതിന്റെ രൂപകൽപ്പനയാണ്. നമുക്കറിയാം, ഒരു ഭ്രൂണത്തിൽ നിന്ന് കോശങ്ങൾ വേർതിരിച്ച് വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള, അതായത് നട്ടലിലുള്ള ജീവജാലങ്ങളിൽ ആ നട്ടലിന് രൂപകൽപ്പന ഉണ്ടാകുന്നു. ഇത് സെഗ്മെന്റ് ബൈ സെഗ്മെന്റ് ആയിട്ടാണ് ഇത് വികസിച്ചു വരുന്നത്. ഈ സെഗ്മെന്റുകളെ ഉണർത്താൻ ഒരു അലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എലികളിൽ നടത്തിയ പഠനത്തിൽ എല്ലാ 2 മണിക്കൂറിലും ഈ അലാം മുഴങ്ങുന്നു. ഈ അലാം മുഴക്കം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സെഗ്മെന്റ് ഉണർന്ന് പൂമൊട്ട് വിരിയുന്നത് പോലെ അത് വികസിച്ചു വരുന്നു. ഓരോ 2 മണിക്കൂറിലും ഓരോ സെഗ്മെന്റ് അങ്ങനെ വികസിക്കുന്നു. എന്നാൽ ഇത് ഓരോ ജീവവർഗത്തിലും വ്യത്യസ്തമായിട്ടുള്ള ടൈമിംഗ് ആണ് ഉള്ളത്. മനുഷ്യരിൽ ഈ സെഗ്മെന്റേഷൻ നടക്കുന്നത് 5 മണിക്കൂറിന്റെ ഇടവേളയിലാണ്. ഓരോ 5 മണിക്കൂറിലും നമുക്കൊരു സിഗ്നല് അല്ലെങ്കിൽ ഒരു അലാം സിഗ്നൽ കിട്ടുന്നു, ഒരു സെഗ്മെന്റ് ഉണർന്നു വരുന്നു. ഈ സെഗ്മെന്റേഷനെ നിയന്ത്രിക്കുന്ന ജനിതക ഘടകങ്ങളെ കുറിച്ച് ധാരണയുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഒരു മാസ്റ്റർ കൺട്രോളർ എവിടെയാണ്, ഇതിന്റെ ഒരു മാസ്റ്റർ കൺട്രോൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അത് നിഗൂഢമായിട്ടുള്ള ഒരു ഘടകമായിട്ട് വീണ്ടും നിലനിന്നു. 2023 2024 ഈ ഒരു മേഖലയിൽ ഒരുപാട് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഡെവലപ്മെന്റൽ ബയോളജി എന്നാണ് ഈ ഒരു ശാഖയെ പറയുന്നത്. എങ്ങനെ ഒരു ഭ്രൂണത്തിൽ നിന്ന് ഒരു ശരീരം രൂപകൽപ്പന നേടി അത് വികസിച്ചു വരുന്നു, അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് ഡെവലപ്മെന്റൽ ബയോളജിയിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം താളമാണ്. ഈ അലാം ക്ലോക്ക് 2 മണിക്കൂറിൽ ഇടപെട്ട് വരുന്ന സിഗ്നൽ അല്ലെങ്കിൽ 5 മണിക്കൂർ ഇടപെട്ട് വരുന്ന സിഗ്നലുകൾ, ഇതാണ് നമ്മുടെ ഈ വികാസത്തെ നിയന്ത്രിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നടത്തിയ പഠനങ്ങൾ സ്റ്റെം സെൽസിൽ നിന്ന് ന്യൂറോൺസ് എങ്ങനെ വികസിച്ചു വരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് ഒരുപാട് ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകിയത്. ഒരു സ്റ്റെം സെല്ലിൽ നിന്ന് ഒരു ന്യൂറോണ് ഒരു എലിയുടെ ബ്രെയിനിൽ അത് 2 മണിക്കൂർ കൊണ്ട് വികസിച്ചു വരുമെങ്കിൽ അത് ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ വേണ്ടി വരും മനുഷ്യ ന്യൂറോൺസ് വികസിച്ചു വരാൻ. ഈ ഒരു വികാസം ഓരോ ജീവവർഗത്തിന്റെയും ആയുസ്സിനനുസൃതമായിട്ട് വേഗത്തിലോ സാവധാനത്തിലോ ആയിരിക്കും. ഇതിനെ നിയന്ത്രിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നിഗൂഢമായിട്ടുള്ള വസ്തുത. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മെറ്റബോളിസമാണ് ഈ സമയക്രമത്തെ നിയന്ത്രിക്കുന്നത്. എപ്പോൾ ഏത് സെഗ്മെന്റ് ഉണർന്ന് പ്രവർത്തിക്കണമെന്നോ എത്ര സമയം കൊണ്ട് ഒരു സ്റ്റെം സെല്ല് ന്യൂറോണായി മാറണമെന്നോ ഒക്കെയുള്ള ഈ ക്രമം തീരുമാനിക്കുന്നത് മൈറ്റോകോൺട്രിയയാണ്. എത്ര എളുപ്പത്തിൽ ഒരു സ്റ്റെം സെല്ല് ഒരു ന്യൂറോണായി മാറണമെന്നതോ എത്ര വേഗത്തിൽ ഒരു വെർട്ടിബ്രേറ്റ് അല്ലെങ്കിൽ സ്പൈനൽ കോഡിന്റെ ഒരു സെഗ്മെന്റ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് മെറ്റബോളിസം ആണ്. ആ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നത് മൈറ്റോകോൺട്രിയ. ഈ താള യന്ത്രം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഉള്ളിലും എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലുമുള്ള താള യന്ത്രത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ മെറ്റബോളിസവും മൈറ്റോകോൺട്രിയയുമാണ്. മൈറ്റോകോൺട്രിയ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ കോശത്തിലെ പവർ ഹൗസ് എന്ന് പറയും. ഊർജം ഉൽപ്പാദിക്കുന്ന ഘടകം. അത് ഊർജം മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, അത് മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളെയും അത് ഉൽപ്പാദിപ്പിക്കും. ഊർജം
ATP എന്ന് പറയുന്ന മോളിക്യൂൾസ് ആണെങ്കിൽ അതിനെ നമുക്ക് കറൻസി ഓഫ് എനർജി എന്ന് പറയാം. ATP ആ ATPക്ക് തുല്യമായിട്ട് മെറ്റാബോളൈറ്റ്സും ഇത് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അത് എനർജി സിന്തസിസും ബയോസിന്തസിസും ഒരേ സമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒരു പ്രത്യേക താളമുണ്ട്. ഭ്രൂണത്തിൽ നിന്ന് അഡൽട്ട്ഹുഡിലും പൂർണ്ണ വളർച്ചയായിട്ടുള്ള ശരീരത്തിലും പിന്നീട് ശരീരത്തിന്റെ നിലനിൽപ്പിനും പിന്നീട് ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള മരണത്തിനും എല്ലാം സമയം നിശ്ചയിക്കുന്നത് ഈ മെറ്റബോളിക് പ്രക്രിയയാണ്. മൈറ്റോകോൺട്രിയ ആണ് ഈ താളം നിശ്ചയിക്കുന്നത്. മൈറ്റോകോൺട്രിയ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം അത് പ്രോട്ടോണുകളുടെ നിരന്തരമായിട്ടുള്ള പ്രവാഹമാണ് നമുക്ക് ഊർജവും മെറ്റീരിയൽസും കോശത്തിന്റെ ഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെയും നിർമ്മിക്കുന്നത്. അപ്പൊ ഇത് ഒരു പ്രത്യേക താളത്തിൽ നീങ്ങുന്നു എന്ന് പറഞ്ഞത് ആണ് ഈ അടുത്ത കാലത്തെ വളരെ സവിശേഷമായിട്ടുള്ള റിസർച്ച് ഫൈൻഡിങ്. ഈ താളക്രമം നമ്മൾ തുടങ്ങി വെച്ച പോലെ തൊട്ടാവാടികളിൽ എന്ന പോലെ എല്ലാ സസ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴാണ് ഒരു വിത്ത് മുളയ്ക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് ഈ ആന്തരികമായിട്ടുള്ള താളക്രമമാണ്. ചില വർഗത്തിൽപ്പെട്ട വിത്തുകളെ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ദിവസങ്ങൾക്കുള്ളിൽ മുളച്ചു വരും. ചിലത് മാസങ്ങളും വർഷങ്ങൾക്കും ശേഷമായിരിക്കും മുളച്ചു വരുന്നത്. അപ്പോൾ അതില് വ്യത്യസ്തമായിട്ടുള്ള അലാം ടൈമിംഗ് ഉള്ള സിഗ്നൽസ് പുറപ്പെടുവിക്കുന്ന യാന്ത്രിക സംവിധാനങ്ങൾ ഉള്ളിലുണ്ട്. നമ്മള് ജൈവലോകത്തെ ട്രീ ഓഫ് ലൈഫ് ഇതെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ ശൃംഖലയാണ്, വലിയ ഒരു നെറ്റ്വർക്കാണ് എന്ന് നമ്മൾ സങ്കല്പിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ താളങ്ങളെല്ലാം ഒരു പ്രാപഞ്ചിക ലെവലിൽ യൂണിഫൈഡ് ആയിട്ട് നിൽക്കുന്നു. ജൈവികമായിട്ടുള്ള പ്രക്രിയകൾ മുഴുവനും ഒരു സാർവത്രിക യൂണിവേഴ്സൽ ആയിട്ടുള്ള റിഥത്തിന് അല്ലെങ്കിൽ സ്പന്ദത്തിന് അനുസൃതമായിട്ട് നിലനിൽക്കുന്നു. ഈ സ്പന്ദനം ഹൃദയസ്പന്ദനം പോലെ ജൈവസ്പന്ദനമായിട്ട് അനസ്യൂതമായിട്ട് നമ്മുടെ ജൈവലോകത്ത് നിലനിൽക്കുന്നു. ഇത് സൂര്യോദയവും സൂര്യാസ്തമയവും പോലെ ഭൂമിയുടെ ചലനങ്ങൾ, ഭൂമി സൂര്യനുമായിട്ടുള്ള ബന്ധപ്പെടലുകൾ, അങ്ങനെ പല പ്രകൃതി സവിശേഷതകളുമായിട്ട് ഇത് ഇണങ്ങി നിൽക്കുന്നു. ചില ശാസ്ത്രജ്ഞന്മാര് ഈ ജീവസ്പന്ദം മാഗ്നറ്റിക് ഫീൽഡുമായിട്ട്, ഭൂമിയുടെ ജിയോമാഗ്നറ്റിക് ഭൗമിക മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. ചിലരാണെങ്കിൽ ഇത് ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ ഉള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇത് പ്രാപഞ്ചികമായിട്ടുള്ള ചില കോസ്മിക് ഫീൽഡുകളുമായിട്ട് ലാർജ് സ്കെയിൽ സൈക്കിൾസുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന് മറ്റ് ചില ശാസ്ത്രജ്ഞന്മാര് പറയുന്നു. നമുക്കറിയാം ലാർജ് സ്കെയിൽ സൈക്കിൾസ് ഉണ്ട്. പകലും രാത്രിയും എന്ന പോലെ സീസൺസ് മാറി മാറി വരുന്നു, ഋതുഭേദങ്ങൾ മാറി വരുന്നു. അതുപോലെ 100 വർഷത്തില് 1000 വർഷത്തില് കോടിക്കണക്കിന് വർഷങ്ങളുടെ ഒക്കെയുള്ള സൈക്കിൾസ് പ്രപഞ്ചത്തില് നിലനിൽക്കുന്നതായിട്ട് കാണാം. ഈ സൈക്കിൾസിനെ എല്ലാം ഇണ ചേർത്തുകൊണ്ടാണ് ഈ ജീവസ്പന്ദനം നിലനിൽക്കുന്നത്. ഈ സ്പന്ദനത്തിന് തകരാറുണ്ടാകാറുണ്ട്. വിത്തുകള് സമയത്തിന് മുമ്പ് മുളയ്ക്കുന്നു, അല്ലെങ്കിൽ സമയത്ത് മുളയ്ക്കാതിരിക്കുക. ഇത് കർഷകർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഈ സമയക്രമത്തിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ. നമ്മൾ ഇന്നും ഉത്തരം കാണാത്ത വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് ക്യാൻസർ. ഈ അടുത്ത കാലത്ത് ഗ്ലിയോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ഒരു അക്രമ സ്വഭാവമുള്ള ബ്രെയിൻ ട്യൂമർ നമ്മുടെ ശരീരത്തിലെ ഈ താളത്തെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ക്യാൻസർ സെല്ലിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ സിർക്കാഡിയൻ ഋതത്തെ അത് മുതലെടുത്തുകൊണ്ട് അത് പ്രവർത്തിക്കുന്നു. എപ്പോഴെല്ലാമാണ് നമ്മുടെ ബ്രെയിൻ കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോൺസ് വിക്ഷേപിക്കുന്നത്, അതിനനുസൃതമായിട്ട് ക്യാൻസർ സെല്ല് അതിന്റെ പ്രവൃത്തി സംയോജിപ്പിക്കുന്നു. അതുകൊണ്ട് ഫലപ്രദമായിട്ട് ക്യാൻസറിന് നിലനിൽക്കാനും വളരാനും സാധിക്കുന്നു. അപ്പോൾ ഇത്തരം ക്യാൻസറുകളെ ട്രീറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഈ താളക്രമത്തെ മനസ്സിലാക്കുന്നതും അനിവാര്യമാണ്. കാരണം എങ്ങനെയാണ് അതിന് ട്രീറ്റ്മെന്റ്, മെഡിക്കേഷൻ കൊടുക്കുന്ന സമയങ്ങൾ അത് ഈ സിർക്കാഡിയൻ ഋതത്തെ ബാധിക്കുന്ന രീതിയിൽ, അതായത് ഈ ക്യാൻസർ സെല്ലിന്റെ സിർക്കാഡിയൻ ഋതത്തെ പ്രതിരോധിക്കുന്ന രീതിയിലാണെങ്കിൽ ഫലപ്രദമായിട്ട് അത് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ആ സിർക്കാഡിയൻ ഋതത്തെ ആക്കം കൂട്ടുന്നതാണെങ്കിൽ മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലാത്തതായിട്ടും നമുക്ക് കാണുന്നുണ്ട്. ക്യാൻസറിന്റെ
ഒരു മൂല കാരണം അത് ഒരു ജനറ്റിക് ഡിഫക്റ്റ് ആണ്, ജീൻസ് ആണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് സർവ്വസാധാരണമായിട്ട് എടുത്തിട്ടുള്ള നിലപാടെങ്കിലും ക്യാൻസർ ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ് എന്ന വീക്ഷണം പണ്ട് തന്നെ നിലനിന്നിട്ടുണ്ട്. ക്യാൻസർ മൈറ്റോകോൺട്രിയയുടെ ഡിഫക്റ്റിൽ നിന്നുണ്ടാകുന്ന മെറ്റബോളിസത്തിലെ വ്യത്യാസമാണ് ക്യാൻസറിലേക്ക് എത്തിക്കുന്നതായിട്ട് ഒട്ടോ വാർബർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് പിന്നീട് ഒരു സമയം വിശദമായിട്ട് കിടക്കാം. ഒരു മെറ്റബോളിക് ഡിസോർഡർ ആയതുകൊണ്ട് മെറ്റബോളിസം നിയന്ത്രിക്കുന്ന ആ താളക്രമം അത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിൽ അതിശയമൊന്നുമില്ല. കൂടുതൽ ക്യാൻസറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ താളക്രമത്തെ കൂടി നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് ക്യാൻസറിനെ ഫലപ്രദമായിട്ട് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിന് പുതിയ ട്രീറ്റ്മെന്റ് പദ്ധതികൾ കൊണ്ടുവരാൻ ഇത് സഹായിക്കുമായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അൽസൈമേഴ്സ് ഡിസീസ്, മറവിക്കുറവ് എന്ന് പറയുന്ന ഈ അസുഖം. സാധാരണ പ്രായം കൂടിയ വ്യക്തികളെയാണ് ബാധിക്കുന്നെങ്കിലും അത് ഇന്ന് യുവാക്കളിലും മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരിലുമെല്ലാം സാധാരണമായിട്ട് കാണുന്നു. ഈ അൽസൈമേഴ്സ് ഡിസീസിന്റെ ആദ്യത്തെ ഒരു സിംറ്റം തന്നെ ഉറക്കത്തിലെ പ്രശ്നങ്ങളാണ്. ഉറക്കമില്ലായ്മ, ശരിയായിട്ടുള്ള സമയത്ത് ഉറക്കം കിട്ടാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ. അപ്പോൾ അത് ആദ്യമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ഈ താളക്രമത്തെയാണ്, സമയക്രമത്തെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അൽസൈമേഴ്സ് ഡിസീസും ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ് എന്ന രീതിയിൽ ഇന്ന് പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആരോഗ്യത്തിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം പഠനങ്ങൾ മെറ്റബോളിസത്തെക്കുറിച്ചും ആ മെറ്റബോളിസം നിയന്ത്രിക്കുന്ന സമയ താളക്രമത്തെക്കുറിച്ചും ഉള്ള അറിവുകൾ ഒരുപാട് ഫലപ്രദമായിരിക്കും. ഈ അറിവുകൾ അത് നമ്മുടെ ആന്തരിക ഘടനകളെ മാത്രമല്ല, അതെങ്ങനെ ഭാഗികമായിട്ടുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതും വലിയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ സൂര്യന്റെ ചലനങ്ങള്, ചന്ദ്രന്റെ ചലനങ്ങള്, ഈ സൗരയുധത്തിന്റെ തന്നെ ചലനം, നമ്മുടെ ക്ഷീരപഥത്തിന്റെ മിൽക്കി വേയുടെ തന്നെ ചലനം, ഇതെല്ലാം സൈക്ലിക്കായിട്ട് നടക്കുന്നു. ഈ സൈക്ലിക്കായിട്ടുള്ള ആവർത്തനമുള്ള ഈ പ്രക്രിയകൾക്ക് ഒരു സമയക്രമമുണ്ട്. ആ സമയക്രമം ഒരുപക്ഷെ ഈ സൈക്കിൾസിനെ ജൈവികമായിട്ടുള്ള സമയക്രമത്തെയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാം. ഈ അറിവുകളും നമ്മൾ സംശീകരിക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് നിലനിർത്തുന്നതിന്, അതിന് തകരാറുകൾ ഉണ്ടാകുമ്പോൾ ഫലപ്രദമായിട്ടുള്ള ചികിത്സ കൊണ്ടുവരുന്നതിനും ഒരുപാട് ഉപയോഗം ചെയ്യും. ഇന്ന് നമ്മുടെ ജീവിത ശൈലി തന്നെ ഈ സമയക്രമത്തെ ഒരുപാട് താളം തെറ്റിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ജീവിത ശൈലിയിൽ സമയത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്തിന് ഉറങ്ങുക എന്നൊക്കെ ഉള്ളത് പലപ്പോഴും വലിയ രീതിയിൽ തെറ്റാറുണ്ട്. മൊബൈൽ ഫോണുകളുടെയും ടിവികളുടെയും ഒക്കെ അതിപ്രസരമുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ചിട്ടയോടുകൂടിയുള്ള ജീവിതശൈലി നയിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ഈ ആന്തരികമായിട്ടുള്ള ക്ലോക്കുകളെ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ സിഗ്നൽസിനെ അത് ക്രമം തെറ്റിപ്പിക്കുന്നു. അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാകുന്നു. അത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മുതൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ അത് വലിയൊരു സ്പെക്ട്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പല പ്രക്രിയകളും നടന്നുകൊണ്ടിരിക്കുന്നു. പൂവ് വിരിയുന്നതും പൂന്തേൻ കനിയുന്നത് പോലെ ഗാലക്സികൾ രൂപീകൃതമാകുന്നു. വിസ്ഫോടനത്തിലൂടെ ഗാലക്സികൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഇല്ലാതാകുന്നു. ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നു, ബ്ലാക്ക് ഹോളുകൾ ഇല്ലാതാകുന്നു. ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് മർജ് ചെയ്യുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇതൊരു ഗ്രാവിറ്റേഷണൽ വേവ് ക്രിയേറ്റ് ചെയ്യുന്നു. ഗ്രാവിറ്റേഷണൽ വേവിനെ ഈ അടുത്ത കാലത്താണ് നമുക്കത് നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഗ്രാവിറ്റേഷണൽ വേവ് തന്നെ പ്രാപഞ്ചികമായിട്ടുള്ള ഒരു മൂളൽ, കോസ്മിക് ഹം സൃഷ്ടിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. കോസ്മിക് ഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ഒരു മൂളൽ എന്ന് പറയുന്നത്, TV സ്റ്റേഷനുകളിൽ നമ്മൾ കേൾക്കാറുള്ള TV പ്രോഗ്രാമിന് മുമ്പ് ഒരു ഫ്രീക്വൻസിയിലുള്ള ശബ്ദമുണ്ടാകുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് ഓരോ TV സ്റ്റേഷന്റെയും പ്രത്യേകമായിട്ടുള്ള സിഗ്നേച്ചർ ഫ്രീക്വൻസിയെ അറിയിക്കുന്ന സിഗ്നലാണ്. നമ്മുടെ പ്രപഞ്ചത്തിന് അങ്ങനെയുള്ള ഒരു കാരിയർ ഫ്രീക്വൻസി ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇന്ന് പല പ്രപഞ്ചങ്ങളുണ്ട്. മൾട്ടി വേഴ്സ് എന്നുള്ള തിയറികളിലേക്കൊക്കെ പോകുമ്പോൾ പല പ്രപഞ്ചങ്ങളും ഒരേ സമയത്ത് നിലനിൽക്കുന്നു എന്ന് സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഓരോ പ്രപഞ്ചത്തിനും ഓരോ കാരിയർ ഫ്രീക്വൻസിയിലുള്ള
അതിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള, അതിനെ അടയാളപ്പെടുത്തുന്ന ഫ്രീക്വൻസിയിൽ ഈ ഗ്രാവിറ്റേഷണൽ ഹം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഇത് ഓരോ പ്രപഞ്ചത്തിൻ്റെയും താളം നിശ്ചയിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ താളം അറിയിക്കുന്നു. ഈ താളത്തിനനുസൃതമായിട്ടാണ് ആ പ്രപഞ്ചത്തിലെല്ലാം നിലനിൽക്കുന്നത്. എല്ലാം എന്ന് പറയുമ്പോൾ അതിൽ ജൈവികമായിട്ടുള്ള പ്രക്രിയകളും ഉൾപ്പെടുന്നു. ആ ജൈവിക പ്രക്രിയകളെ നമ്മൾ കാണുന്നത് മെറ്റബോളിസത്തിലൂടെയാണ്, മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ ഈ മെറ്റബോളിസവും മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനവും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജവും ബയോഇലക്ട്രിസിറ്റിയും എല്ലാം ഒരു പ്രത്യേക താളത്തിൽ നിൽക്കുന്നു. ആ താളം പ്രാപഞ്ചികമായിട്ടുള്ള മറ്റ് ചലനങ്ങളുമായിട്ട് സമന്വയിച്ച് നിൽക്കുന്നു. പുതിയ ഒരു ശാസ്ത്രബോധം വളർത്തുന്നതിന് വേണ്ടി, പുതിയ ഒരു ശാസ്ത്ര ദിശയിലേക്ക് നമ്മൾ നീങ്ങുന്നതിന് വേണ്ടി ഇത്തരം അറിവുകൾ അനിവാര്യമാണ്. നമ്മൾ റിഡക്ഷനിസ്റ്റായിട്ട് വളരെ ചുരുങ്ങിയ പഠന മേഖലകളെ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ഈ പ്രാപഞ്ചികമായിട്ടുള്ള സമന്വയം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നു. പൈത്തഗോറസ് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദ മ്യൂസിക് ഓഫ് ദ സ്പിയേഴ്സ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രപഞ്ചം മുഴുവൻ ഒരു സംഗീത താളത്തില് ആണ് നിൽക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതൊരു ഫിലോസഫിക്കൽ കാഴ്ചപ്പാടാണ്. ഭാരതത്തില് സ്പന്ദ തത്വം എന്നുള്ള ഒരു ചിന്താ പദ്ധതി നിലനിന്നിരുന്നു 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും. പ്രപഞ്ചത്തിനൊരു സ്പന്ദമുണ്ടെന്നും ആ സ്പന്ദം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ സിർക്കാഡിയൻ ക്ലോക്സിനെ കുറിച്ചും ജീവന്റെ താളയന്ത്രത്തെക്കുറിച്ചും മെറ്റബോളിസത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ ഈ ഫിലോസഫിക്കൽ തോട്ട്സിനെ കൂടി നമുക്ക് സമന്വയിപ്പിക്കാൻ സാധിക്കും. അതിന് ഇന്ന് എംപറിക്കലായിട്ടുള്ള ഡേറ്റകളിലൂടെ ഇത് ഒരു സ്ഥിരമായിട്ടുള്ള വസ്തുതയാണ്, ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിലനിൽക്കുന്ന വസ്തുതയാണ് എന്ന് കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്ന പുതിയ ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ.